സത്യം നിങ്ങൾക്കറിയോ? നാട്ടിന്ന് C5C കുടുംബത്തിൽ നിന്ന് ഒരു പയ്യൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കുമ്പോൾ AP സുന്നിയ സൗദിയിൽ പോയി. അവിടെ ഷിയാക്കളുടെ ഒരു ഗല്ലിയിലായിരുന്നു ഈ കുട്ടിക്ക് താമസിക്കേണ്ടി വന്നത്. ഷിയാക്കളും സമസ്തയും തമ്മിൽ വ്യത്യാസമല്ല എന്നോ മനസ്സിലാക്കി. ഷിയാക്കൾ പേച്ചവരാണെന്നോ അവൻ്റെ ഉസ്താദുമാർ എന്നെ പ്രസംഗിക്കുന്നോ കേട്ടിട്ടുണ്ട്. ആ ഷിയാക്കളുടെ വിശ്വാസമാണ് സമസ്തക്കളെന്നോ കണ്ടോ മുജാഹിദായി. നിങ്ങൾ കേട്ടോളൂ, ഇന്നാട്ടിൽ നടന്ന ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നും എൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് C5C കൂട്ടരും. അബ്ദുൽ ഹക്കീം അദ്ദേഹത്തിന് വരെ അറിയുന്ന കേസ്. അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണ് കിട്ടി, ഒരു പയ്യൻ. അവൻ ഇപ്പം മുജാഹിദായി. അവൻ്റെ പേരിൽ കള്ളക്കേസ് കൊടുത്തിരിക്കുകയാണ്. ഇവരെല്ലാവരും കൂടിയിട്ട് മുജാഹിദ് കാഫറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്താ മുജാഹിദ് കാഫറാകാൻ? അള്ളാഹുൽ മാത്രമാണ് വിശ്വസിക്കുന്നത്. അതാണ് അത്രേ കാഫറാകാം. എന്തിനാ കുട്ടിയെ സ്വീപ്പം മദ്യപിക്കുന്നു എന്ന് പറഞ്ഞു. മത്സ്യം മുറിച്ചതിന് ശേഷം അതിൻ്റെ വേസ്റ്റ് അവൻ്റെ ഉമ്മ അവളുടെ തലയെ കൊണ്ടുപോയി കൊട്ടി. പച്ച നുണ പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുന്നു, വട്ടം കിറക്കിയിരിക്കുന്നു. മുജാഹിദായി എന്ന് പറഞ്ഞിട്ട് എത്ര മുജാഹിദുകൾ നിങ്ങൾ വീട്ടിൽ കൊണ്ടാക്കണം? പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ എത്ര മുജാഹിദുകളുണ്ടെന്ന് അറിയോ? ഇപ്പം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വന്നതിന് ശേഷം ആരുടെയും അംഗീകാരമില്ലാത്തവരുടെ വണ്ടികളിൽ, ഓഫീസുകളിൽ, റൂമുകളിൽ, ഫ്ലാറ്റുകളിൽ, യാത്രകളിൽ അവർ കേൾക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അതിന് കെട്ടിപ്പൂട്ടി വെക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ മദർജാതിൻ വമിനൻ നാസി വദ്ദവാബി വല്ലൻആമി മുഖ്തലിഫുൻ അൽവാനുഹു കദാലിക ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അറിവ് നേടിയാൽ അറിവുള്ളവർ അറിവില്ലാത്തവർ സമാവോ? ആവോ? 39-ാം അധ്യായം 9-ാമത്തെ വചനം, 58-ാം അധ്യായം 11-ാമത്തെ വചനം, 20-ാം അധ്യായം 114-ാമത്തെ വചനം.